സ്തോത്രം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. സ്തോത്രം. 125 സങ്കീർത്തനം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ, യഹോവയിൽ ആശ്രയിക്കുന്നവരെന്താ കുലുങ്ങാതെ എന്നേക്ക് നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആണ്. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ എന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. അപ്പോൾ ആ ജനത്തെ ചുറ്റി മാർവോട് ചേർത്ത് നിർത്താനായിട്ട് ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. നിൻ മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. യഹോവേ ഗുണവാന്മാർക്കും ഹൃദയ പരമാർത്ഥികൾക്കും നന്മ ചെയ്യണം. കണ്ടോ? എന്നാൽ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ പോക്കുമാറാക്കട്ടെ. ഇസ്രായേലിൽ സമാധാനം വരട്ടെ. അതാണ് സമാധാനം തരുന്ന ആരാ? ദൈവമാണ്. അപ്പം യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആവുന്നു. സ്തോത്രം. 125 സങ്കീർത്തനത്തിന് ആസ്പദമാക്കിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി 126 സങ്കീർത്തനം. ഇതൊക്കെ ഒരു ആരോഹണ സങ്കീർത്തനമാണ്. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്ന പോലെ ആയിരുന്നു. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ അങ്ങേ ആരാധിക്കുന്നേ. യഹോവ ഞങ്ങൾക്കും വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. അപ്പം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ പ്രതിഫലം ലഭിച്ച് നമ്മളും സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. യഹോവേ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളെ പ്രവാസികളെ മടക്കി വരുത്തണമേ. കണ്ണാണ് ഇതിനകത്ത് ഭയങ്കര 2 വാക്യങ്ങളാണ് ഇന്നത്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ. നമ്മൾ ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിക്കണം. കണ്ണുനീരും അതാണ് ദൈവസന്നിധി കൊണ്ട് വളരെ അനുഗ്രഹമായിട്ട് ഹൃദയ തുറക്കത്തോടെ നമ്മൾ ഓരോ വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കണം. നീ ദൈവത്തോട് നിലവിളിച്ചാൽ, നീ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നാൽ ദൈവം താഴേക്കിറങ്ങി വരും, അന്ന് നമ്മോട് ചേർന്നു നിൽക്കും. ഉണ്ടോ? വിതയ്ക്കുവാനുള്ള വിത്ത് ചുമന്നും കരിഞ്ഞു കൊണ്ടുപോകുന്നവർ കറ്റ ചുമന്ന് ആനന്ദത്തോടെ. വിത്തുകൾ നല്ല വിത്തുകളാണെങ്കിൽ അതിൽ നിന്ന് നല്ല ഫലം കിട്ടുകയാണ്. കതിരാണല്ലോ, കതിരയില ആ പാറ്റിയിലിങ്ങനെ പറന്ന് പോകത്തില്ലേ, നെല്ല് കതിരൊക്കെ അറിഞ്ഞ ദൈവം ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ മെസ്സേജ് കേട്ട് ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ 125 സങ്കീർത്തനം 126 സങ്കീർത്തനമൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം വായിപ്പാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ദൈവസന്നിധി കൊണ്ടുപോകാനും ഒക്കെ വളരെ ഉത്സാഹം നിങ്ങൾ കാണിക്കുന്ന വളരെ നല്ലതായിരിക്കും. സ്തോത്രം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.